ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം നിയ. ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത് മൺഡേ എനിക്ക് എക്സാം ആണ്. തേർഡ് സെം എക്സാം ആണ്. മലയാളം, ഇംഗ്ലീഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ 3 വിഷയ എക്സാമിനുള്ള. അപ്പോൾ ഞാൻ മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല കുട്ടിയായിട്ട് പഠിക്കുകയായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് റിവിഷനൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു വീഡിയോ ഇടാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ഇട്ടേ. ഇപ്പോൾ എണീച്ചതാ, പല്ലൊക്കെ തേച്ച് ഫ്രഷായി ഒരു ചായ കുടിക്കുകയാണ്. ഉപ്മാവും പഴവും ഉണ്ട്, പിന്നെ പലഹാരം ഉണ്ട്. അപ്പൊ പലഹാരം കൂട്ടി ചായ കുടിച്ചു. ഇനി വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പഠിക്കാനിരിക്കാനായിട്ട്. പിന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. ഞാനും ഹാപ്പിയാണ്. പിന്നെ പിന്നെന്താ, എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇത്രയും ദിവസമായിട്ട് സ്റ്റഡി ലീവ് ആയതുകൊണ്ട് ആരെയും കാണാൻ പറ്റിയിട്ടില്ല. എല്ലാവരെയും ഇനി എക്സാമിന് ചെല്ലുമ്പോൾ വേണം കാണാനായിട്ട്. നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും നല്ല പോലെ നമ്മൾ കരുതണം, നോക്കണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രയും കരുതൽ കൊടുക്കണം. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനെ ചതിക്കാനൊന്നും പാടില്ല. നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഫ്രണ്ട്സിനെ നോക്കി തിരഞ്ഞെടുക്കുക, നല്ല സ്വഭാവമുള്ളവരെ നോക്കി തിരഞ്ഞെടുക്കുക. പിന്നെ ഒരു ഫ്രണ്ട് മാറി നിൽക്കുമ്പോൾ ആ ഫ്രണ്ടിനെ കുറിച്ച് മറ്റൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് കുറ്റവും കുറവൊന്നും പറയരുത്. ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ചതിവ് പാടില്ല, കള്ളം പാടില്ല, നുണകൾ പാടില്ല. എപ്പോഴും ഒരു വിശ്വാസത്തോടു കൂടി ഫ്രണ്ട്സിനെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. ഫ്രണ്ട്സിനിടയിൽ പരദൂഷണം പാടില്ല. എപ്പോഴും നല്ല സന്തോഷത്തോടെ, കളിയും ചിരിയോടെ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കണം. പിന്നെ എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലം മാത്രമല്ല, ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം. അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ പ്രവർത്തികൾ അനുസരിച്ചിരിക്കും. നമ്മുടെ കൂട്ടുകാരിയെ